അപ്പോൾ 1000 സൂര്യന്മാർ ഒന്നിച്ച് ഉദിച്ചുയർന്നതുപോലെ തേജസ്സോടുകൂടി ഭഗവാൻ ശ്രീഹരി അന്ധകാരത്തെ അകറ്റുന്നവനായി കിഴക്കുദിക്കിൽ പ്രത്യക്ഷപ്പെട്ടു. മനഃശുദ്ധിയില്ലാത്തവർക്ക് ഒരിക്കലും ഭഗവാനെ കാണാൻ കഴിയില്ല. തേജസ്സുകൊണ്ട് നോക്കിക്കാണാൻ പ്രയാസമാണെങ്കിലും ബ്രഹ്മദേവൻ വളരെ പണിപ്പെട്ട് ഭഗവാനെ നോക്കി. ഇന്ദ്രനീലരത്നം പോലെ നീല നിറത്തോടും പുഞ്ചിരി തൂകിക്കൊണ്ടിരിക്കുന്ന മുഖത്തോടും ചെന്താമര ഇതൾ പോലെ നീണ്ട് സുന്ദരങ്ങളായ കണ്ണുകളോടും കൂടിയവനായിരുന്നു ഭഗവാൻ. കിരീടം, മുത്തുമാലകൾ, തോൾവളകൾ, മകരകുണ്ടലങ്ങൾ, വളകൾ, കൗസ്തുഭരത്നം, ശ്രീവത്സം എന്നിവ കൊണ്ട് അവിടുന്ന് ശോഭിച്ചിരുന്നു. സനകാദി മഹർഷിമാരും വിഷ്ണുപാർഷദന്മാരും ഭക്തിയോടെ ഭഗവാനെ സ്തുതിച്ചിരുന്നു. ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവ ധരിച്ച 4 തൃക്കൈകളോടുകൂടിയവനും വനമാല അണിഞ്ഞവനുമായിരുന്നു. സ്വർണ്ണ നിറമുള്ള പൂണൂലും മഞ്ഞപ്പട്ടും അവിടുന്ന് ധരിച്ചിരുന്നു. ഇടത്തുഭാഗത്ത് ലക്ഷ്മി ദേവിയോടും വലതുഭാഗത്ത് ഭൂമിദേവിയോടും കൂടി ഗരുഡൻ്റെ പുറത്ത് വിളങ്ങുന്നവനായിരുന്നു ഭഗവാൻ. ഭഗവാനെ കണ്ടതുകൊണ്ടുണ്ടായ സന്തോഷാധിക്യത്താൽ ഇടറിയ കണ്ടത്തോടെ ബ്രഹ്മദേവൻ സ്തുതിക്കാൻ ആരംഭിച്ചു. പ്രകാശരൂപിയായ ഭഗവാനെ, അവിടുത്തെ പാതാരവിന്ദങ്ങളെ ഞാനിതാ പ്രാണൻ, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, ശരീരം എന്നിവ കൊണ്ട് നമസ്കരിക്കുന്നു. കർമ്മബന്ധത്തിൽ നിന്നും മുക്തരായാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നവർ നിത്യവും ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നവയാണല്ലോ ആ പാദപത്മങ്ങൾ. രജസ്, സത്വം, തമസ് എന്നീ 3 ഗുണങ്ങളോടുകൂടിയ മായ കൊണ്ട് അവിടുന്ന് ലോകത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു. എങ്കിലും ആനന്ദസ്വരൂപനും അനുഭവം കൊണ്ട് മാത്രം അറിയാൻ കഴിയുന്നവനുമായ അങ്ങയ്ക്ക് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളാകുന്ന കർമ്മങ്ങൾ വാസനകളായി തീർന്ന് ബന്ധകാരണമായി ഭവിക്കുന്നില്ല. ഭക്തന്മാർക്ക് അങ്ങയുടെ മഹിമകളെ കേൾക്കുന്ന സമയത്ത് അനുഭവപ്പെടുന്ന മനഃശുദ്ധി ദാനം, വേദാധ്യയനം, വൈദിക കർമ്മങ്ങൾ ഇവ കൊണ്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. മനസ്സിലെ പാപവാസനകളെ നിശേഷം നശിപ്പിക്കുന്ന പാതാരവിന്ദങ്ങൾ എനിക്കിതാ പ്രത്യക്ഷമായി കാണാൻ കഴിഞ്ഞുവല്ലോ. മുനിമാരും ഭക്തന്മാരും എപ്പോഴും ഹൃദയത്തിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നവയാണ് ഈ പാതാരവിന്ദങ്ങൾ. ബ്രഹ്മാവായ ഞാൻ ഉൾപ്പെടെയുള്ള ദേവന്മാർ സ്വന്തം അഭീഷ്ടം സാധിക്കാനായി സേവിച്ചു കൊണ്ടിരിക്കുന്നവയും ആത്മാനുഭൂതിക്കായി ജ്ഞാനികൾ ഹൃദയത്തിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നവയുമാണ് അവിടുത്തെ പാദസരോരുഹങ്ങൾ. ലക്ഷ്മി ഭഗവതിക്ക് നിന്തിരുവടി സ്വന്തം മാറിടത്തിൽ തന്നെ സ്ഥാനം നൽകിയിട്ടുണ്ട്. എങ്കിലും ഭക്തന്മാർ സമർപ്പിച്ച തുളസിപ്പൂമാല, വനമാല എന്നിവയോടാണ് അങ്ങേക്ക് കൂടുതൽ പ്രീതി എന്ന് മനസ്സിലാക്കി ലക്ഷ്മി ദേവി അവയോട് മത്സരിക്കുന്നത് പോലെ കാണപ്പെടുന്നു. നിന്തിരുവടിക്ക് ഭക്തന്മാരോട് ലക്ഷ്മി ഭഗവതിയോടുള്ളതിനേക്കാൾ പ്രീതിയുണ്ട്. ആ കാരണത്താൽ വിവേകികൾ നിന്തിരുവടിയിൽ ഉറച്ച ഭക്തിയെ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ പാദകമലങ്ങളിൽ എനിക്ക് എപ്പോഴും അചഞ്ചലമായ ഭക്തി ഉണ്ടായിത്തീരണേ. സംസാര രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്കുള്ള സിദ്ധ ഔഷധമാണ് അങ്ങയിലുള്ള ഭക്തി.